ഇവിടെ ഒരുത്തൻ മിനിസ്റ്ററെ കാണാൻ വന്ന സ്ഥലത്ത് അവിടെയുള്ള ഒരു ടോയ്ലറ്റിന്റെ അകത്ത് കയറി എന്തോ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ എല്ലാം സാധാരണ ജ്യൂസ് ബോട്ടിൽസ് പോലെയാണ് കാണുന്നത്. അത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാൽ ഫസ്റ്റ് ആ ബോട്ടിൽസ് ഒരു കയറിൽ കെട്ടി തൂക്കിയിട്ടു. അതിനുശേഷം അയാൾ കൊണ്ടുവന്ന സിഗരറ്റ് പകുതിയാക്കി മുറിച്ചു. അതിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി തിരികെ വെച്ചു. ഒരു തിരി പോലെ റെഡിയാക്കി. ഇപ്പോ അങ്ങനെ റെഡിയാക്കിയ സിഗരറ്റ് ഒരു തീപ്പെട്ടിയുടെ അകത്ത് വെച്ചു. ആ തീപ്പെട്ടി ബോട്ടിൽ തൂക്കിയിട്ട കയറിന്റെ കൂടെ തന്നെ വെച്ചു. അവസാനം പോകുന്നതിന് മുമ്പേ ആ സിഗരറ്റിന് തീ കൊടുത്തു. ബാത്റൂമിന് ഡോർ അകത്തു നിന്ന് ലോക്ക് ചെയ്ത പോലെ സെറ്റ് ചെയ്തിട്ട് പോയി. ഇയാളും ആ മിനിസ്റ്ററുള്ള ബിൽഡിംഗിൽ നിന്ന് പുറത്തു പോയ 2 മിനിറ്റിനുള്ളിൽ തന്നെ ആ സിഗരറ്റ് കത്തിയിട്ട് പോയി. തീപ്പെട്ടിക്ക് തീ കുടുങ്ങി. ആ ബോട്ടിൽ നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചു. എന്നാൽ ഭാഗ്യത്തിന് അതിൽ ആർക്കും ഒരു ആപത്തും വരാതെ രക്ഷപ്പെട്ടു. അടുത്ത നിമിഷം തന്നെ ആ പേടിച്ചു നിൽക്കുന്ന മിനിസ്റ്ററെ കോൾ ചെയ്തു. എന്റെ മകളെ കൊന്നതാരാണെന്ന് ചോദിച്ചു. ആക്ച്വലി കുറച്ച് ദിവസത്തിന് മുമ്പേ ജാക്കിയുടെ മകളെ ഒരു ഷോപ്പിന്റെ മുന്നിൽ ഇറക്കിയിട്ട് പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോ ഒരുത്തൻ അവിടെ ഒരു ബൈക്ക് നിർത്തിയിട്ട് പോയി. നോക്കിയാൽ അവൻ നിർത്തിയിട്ട് പോയ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ബൈക്ക് പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന ഷോപ്പിന്റെ അകത്തുള്ള അയാളുടെ മകളും സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. ഇവന് പോലീസിന്റെ അടുത്ത് ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പോലീസിന് അത് ആരാണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും പുറത്തു പറയുന്നില്ല. സോ ഇവരും ഓൾറെഡി സ്പെഷ്യൽ ഫോഴ്സിൽ ജോലി ചെയ്ത് റിട്ടയർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സ്വന്തമായി കളത്തിലിറങ്ങി. അതിനായിട്ടാണ് ഈ വിഷയം അറിയുന്ന മിനിസ്റ്ററുടെ അടുത്ത് പോയി ആരാണെന്ന് ചോദിച്ചു. എന്നാൽ മിനിസ്റ്റർ എന്തോ തുടക്കം മുതലേ ഒളിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. അതോടെ വീണ്ടും വീണ്ടും അയാളുടെ ചുറ്റിലും പേടിപ്പെടുത്തുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സിലാണ് ആ ബോംബ് ബ്ലാസ്റ്റിന്റെ പിന്നിലെ മാസ്റ്റർ മൈൻഡ് തന്നെ ആ മിനിസ്റ്ററുടെ ഭാര്യയാണെന്ന് അറിയുന്നത്.